ഇവിടെ വേദിയിലും സദസ്സിലുമുള്ള വ്യക്തിത്വങ്ങളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ സായം സന്ധ്യയിലെ പഴയന്നൂർ ഭഗവതിയുടെ മുന്നിലെ ഈ മണ്ണിലെ വളരെ വേദനയോടുകൂടി നമ്മുടെ കൂടെ നമ്മുടെ സഹപ്രവർത്തകനായി നിന്നിരുന്ന മണികണ്ഠൻ എല്ലാവർക്കും എല്ലാ കാര്യത്തിലും ഇടപെട്ടുകൊണ്ട് വളരെ സൗമ്യനായി ആരോടും ഒരു വിദ്വേഷവും നോക്കാതെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിലകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ് മണികണ്ഠൻ്റേത്. ആ മണികണ്ഠന്റെ വിയോഗം നമ്മളെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. കാരണം മെനിഞ്ഞാന്ന് കാലത്ത് പണിക്ക് പോയ മണികണ്ഠൻ 4 മണിയോടുകൂടി ഒരു ഛർദി ഉണ്ടായി. ആ ഛർദി ഉണ്ടായപ്പോൾ ആ പണിയെടുക്കുന്ന വീട്ടിൽ അവര് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ മണികണ്ഠൻ പറഞ്ഞു എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന്റെ ആയിരിക്കും, ഞാൻ കുറച്ച് കിടക്കട്ടെ എന്ന് പറഞ്ഞ് ആ വീട്ടിലെ കട്ടിലിൽ കിടന്നു. കട്ടിലിൽ കിടന്ന് അങ്ങനെ അവൻ ഉറങ്ങി. ഉറങ്ങിയപ്പോൾ വീട്ടുകാരും വിചാരിച്ചു ഉറങ്ങിക്കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞാൽ അത് മാറി അവൻ എണീക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ 6 മണി കഴിഞ്ഞു. 7 മണിയായിട്ടും ഇവൻ ഉറക്കം ഉണരാതിരുന്നപ്പോൾ അവിടെ നമ്മുടെ കേബിളിന്റെ രാജൻകുട്ടിയേട്ടൻ ചെന്നപ്പോൾ രാജൻകുട്ടിയേട്ടനോട് ഈ കാര്യം പറയുകയും രാജൻകുട്ടിയേട്ടൻ ടൈൽസ് ബാബുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ടൈൽസ് ബാബു വലിയായി വീട്ടിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ടൈൽസ് ബാബു പെട്ടെന്ന് നമ്മളുടെ BJP മണ്ഡലം പ്രസിഡന്റ് TC പ്രകാശിനെ വിവരം അറിയിക്കുകയും TC പ്രകാശൻ പെട്ടെന്ന് എന്നെ വിളിച്ചു. ഞാൻ പഴയന്നൂരിൽ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും അവിടെ പോയപ്പോൾ അവൻ ഉറങ്ങുകയാണ്. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് അവനെ തട്ടി വിളിച്ചു. മണികണ്ഠ എനിക്ക് പറഞ്ഞു. ഞങ്ങൾ വിളിച്ചതും മണികണ്ഠൻ എണിച്ചു. മണികണ്ഠൻ എണിച്ചപ്പോ മണികണ്ഠൻ ഒരു കുഴപ്പമില്ല, എന്താ മനോട്ട വന്നിറങ്ങണെന്നാ ചോദിച്ചത്. അത് പറഞ്ഞു നിനക്ക് ഛർദി ഉണ്ടായി എന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ വന്നാണ്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഹോസ്പിറ്റലിലൊന്നും പോണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അതല്ല നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പഴയന്നൂര് വിളിച്ചു. അപ്പോ 7 മണി കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനും പ്രകാശനും കൂടി പെട്ടെന്ന് കാറിൽ കയറ്റി അവരെ കൊണ്ട് ചേലക്കര ഹോസ്പിറ്റലിൽ പോവുകയും അവിടെ ചെന്നതും ECG എടുത്തു. ECG എടുത്തപ്പോൾ ഡോക്ടർ ചെറിയ വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് അവനൊരു കുഴപ്പമുണ്ടായില്ല. അപ്പോഴാണ് അവന്റെ അടുത്ത് വീട്ടിൽ പോവാൻ നാളെ പോയിട്ട് പങ്കെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല. പ്രത്യേകിച്ച് മണികണ്ഠനെ പോലെയുള്ള ഒരു വ്യക്തിയുടെ ഒരു അകാല വിയോഗത്തിൽ പങ്കെടുക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഏറെ ദുഃഖകരമാണ്. കാരണം കണ്ട അന്നു മുതൽ അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തനം നിരവധിയായിട്ടുള്ള പ്രതിസന്ധികളിലും ഒരു ആദർശം കൈമുതലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള ചിന്തയിൽ ഏത് ദുഃഖകരമായിട്ടുള്ള പ്രവർത്തനമായാലും ദുർഘടങ്ങൾ നിറഞ്ഞതായാലും അതിന് സംഘടനയോടൊപ്പവും അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളോടൊപ്പവും നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സുള്ള ഒരു വ്യക്തിത്വമാണ് മണികണ്ഠൻ എന്നുള്ളത് കൊണ്ട് തന്നെ മണികണ്ഠനൊക്കെ ഒരുപാട് കാലം ഈ പഴയന്നൂരിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ഗൗരവത്തോടെ കാണാൻ സാധിക്കില്ല. നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ സ്വയം അഭിമുഖീകരിക്കുന്ന വ്യക്തികളാകുമ്പോൾ തൻ്റെ ശരീരത്തെക്കുറിച്ചും തൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ചും അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കേണ്ടതിനെ കുറിച്ചും ഒക്കെയുള്ള ചിന്തകൾ അതിന് 2ാം സ്ഥാനം മാത്രം നൽകുന്ന ഒരു പൊതുപ്രവർത്തകൻ അദ്ദേഹത്തിന് അങ്ങനെയേ ചിന്തിക്കാൻ സാധിക്കുള്ളൂ. സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയല്ല, പകരം സ്വന്തം കുടുംബത്തിനോടൊപ്പം തന്നെ സമൂഹത്തിനോടുള്ള പ്രതിബദ്ധതയും എല്ലാം തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ അതിനെ ശ്രദ്ധിക്കുവാനും അതിനു വേണ്ട പരിചരണം നടത്താനും സാധാരണ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെയും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യോഗം
തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അപ്രതീക്ഷിതമാണ്. ഞാനും മണികണ്ഠനും കൂടി മത്സരിക്കുമ്പോഴും മത്സരിക്കുന്ന വേളയിലും മത്സരം കഴിഞ്ഞിട്ടാണെങ്കിലും എപ്പോഴും സൗഹാർദ്ദമായിട്ടും ഇവിടെ നേരത്തെ ശോഭനത്തേക്ക് സൂചിപ്പിച്ച പോലെ ഒരു പുഞ്ചിരിയോടുകൂടി മാത്രം എല്ലാവരോടും പെരുമാറുന്ന ഒരു മുഖമായിരുന്നു മണികണ്ഠൻ. തീർച്ചയായിട്ടും മണികണ്ഠന്റെ വിയോഗം വാർഡിലെ മാത്രമല്ല നമ്മുടെ പഞ്ചായത്തിലെ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാനഷ്ടം തന്നെയാണ്. ചെറുപ്പക്കാരനാണ്, മരിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിച്ചു. പെട്ടെന്നുണ്ടായ ഈ പറഞ്ഞ സ്ട്രോക്കാണ് മരണകാരണം. അതെത്താനുള്ള സാവകാശമൊക്കെ ഉണ്ടെങ്കിലും പരമാവധി ശ്രമം നടത്തിയെങ്കിലും അദ്ദേഹത്തെ നമുക്ക് വിട്ടുപിരിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. തീർച്ചയായിട്ടും നിങ്ങളെ പോലെ തന്നെ ഞാനും ആ മരണത്തിൽ 100% ദുഃഖം രേഖപ്പെടുത്തുകയാണ്. അവരുടെ കുടുംബത്തോടും അതേപോലെ തന്നെ സഹപ്രവർത്തകരായ നിങ്ങളോടൊപ്പം എല്ലാവരോടും അദ്ദേഹത്തിൻ്റെ വേർപാടിൽ വലിയ ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ ഈ ബേക്കറിയുടെ അവിടെ വെച്ച് വൈകുന്നേരം മണികണ്ഠനെ കാണാറുണ്ട്. അപ്പോൾ എന്നും ഒരു പുഞ്ചിരി സമ്മാനിക്കും, പുഞ്ചിരിക്കുന്ന മുഖമായി നമ്മളോട് പെരുമാറും. എല്ലാവരോടും നന്നായി പെരുമാറാൻ സാധിക്കുന്ന, ഇടപെടാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ മണികണ്ഠൻ. KPMSന്റെ പ്രവർത്തകനായി 2 തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് സ്ഥാനാർത്ഥിയായി ഒക്കെ നിന്ന് ജനങ്ങളുടെ ഇടയിലൊക്കെ പ്രവർത്തിച്ച ശ്രീ മണികണ്ഠൻ ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും മണികണ്ഠൻ്റെ ഈ വിയോഗത്തിൽ ഞാനും അതുപോലെ പഴയന്നൂർ CPM പാർട്ടി ഈ വേളയിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. ഇവിടെ മണികണ്ഠനെ കുറിച്ച് വളരെ ദുഃഖകരമായ രീതിയിലുള്ള ഒരു വാർത്തയാണ് ഇന്നലെ നമ്മൾ കേട്ടത്. എന്നും രാവിലെ ആയും ശരി വൈകുന്നേരമായും ശരി ഈ കോൺഗ്രസ്സിൽ സ്ഥിരം സാന്നിധ്യമാണ് മണികണ്ഠൻ. രാവിലെ വന്നാൽ ചില സമയത്ത് ഈ സൈഡിലേക്കുണ്ടാവും, ഉച്ചയ്ക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ മുത്തുൻ്റെ കടയിലേക്കുണ്ടാവും. എല്ലാവരും പറഞ്ഞ പോലെ ഒരു നിറപുഞ്ചിരിയോടുകൂടിയാണ് അദ്ദേഹം ഇരിക്കുക. അത് ഇവിടെ മാത്രമല്ല, നമ്മളെ ഏത് പ്രദേശത്ത് എങ്ങനെ ഈ കാണുകയാണെങ്കിലും വളരെയധികം മാന്യതയോടുകൂടി വളരെയധികം വ്യക്തിത്വത്തോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവുമില്ല ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വേർപാട് വ്യാപാരി വ്യവസായ സമിതിയുടെ എല്ലാവരുടെ ദുഃഖവും അനുശോചനം ചെയ്തിട്ടുണ്ട്. BJPക്കും വലിയ നഷ്ടമാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം ഏകനായി താമസിക്കുന്ന ആളാണ്, വിവാഹം കഴിച്ചിട്ടില്ല അല്ല എന്നാണ് അറിയുന്നത്. ഒരു സഹോദരിയോടൊപ്പം താമസിക്കുന്ന അദ്ദേഹം ഒരു പൊതുപ്രവർത്തകന് എങ്ങനെയൊക്കെ നാടിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമോ മാതൃകാപരമായി പ്രവർത്തിക്കുന്നതിന് ഈ നാട്ടിൽ അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ച പ്രിയപ്പെട്ട മണികണ്ഠന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പഴയന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന പേരിലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാവിധ അനുശോചനങ്ങളും രേഖപ്പെടുത്തുന്നു.